ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് കണവ ഫ്രൈ ചെയ്ത് നോക്കാം. സ്പെഷ്യലായിട്ടാണ് കണവ ഫ്രൈ ചെയ്യുന്നത്. ഞാൻ കുറച്ച് അരിമാവ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഉപ്പും മുളക് പൊടിയും മസാലപ്പൊടിയും ചേർത്ത് നമുക്ക് പുട്ടിൻ്റെ പരുവത്തിന് നമ്മൾ കുഴച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കിനി കണവ വൃത്തിയാക്കി കഴുകി ഇവിടെ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അകത്തോട്ട് ഈ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മാവ് നമുക്ക് ഫില്ല് ചെയ്യാം. ഞാൻ എല്ലാത്തിലോട്ടും മാവ് ഫില്ല് ചെയ്തിട്ടുണ്ട്. നമുക്കിനി കണവ ഫ്രൈ ചെയ്തെടുക്കാനുള്ള മിക്സർ റെഡിയാക്കാം. മൈദാമാവും ഉപ്പും മുളക് പൊടിയും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള കണവ എല്ലാം ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. ഇത് നമുക്ക് ഒരു പാനിലോട്ട് എണ്ണ ഒഴിക്കുക. അത് ചൂടാകുമ്പോഴത്തേന് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ കണവ ഫ്രൈ ചെയ്തെടുക്കുക. നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. ഞാൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് നമുക്കിത് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഒരു റെഡ് കളറായി വരുമ്പോഴത്തേന് നമുക്കിത് കോരി മാറ്റാം. രണ്ട് സൈഡ് നല്ലപോലെ മറിച്ചിട്ട് കൊടുക്കുക. ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ചേർത്തിട്ടുണ്ട്. നമ്മുടെ കണവ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.